ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ്. MT അധികം സംസാരിക്കില്ലെങ്കിലും MTയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു. എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ, മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ, എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ്. ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട്, വില്ലനുമുണ്ട്, നായികയുമുണ്ട്, എല്ലാമുണ്ട്. ഒരു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ, സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിന് മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി വരുന്ന ഇടമാണ്. അദ്ദേഹത്തിൻ്റെ നാടായ കൂടല്ലൂർ ആനക്കര പഞ്ചായത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ പിതാവിൻ്റെയും വീടുള്ളത്. അദ്ദേഹം എൻ്റെ വീടുമായും ഒക്കെ തന്നെ ആ നിലയിൽ വ്യക്തിപരമായി ബന്ധമുള്ളതാണ്. ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങൾ പലപ്പോഴും കാണുമ്പോൾ പങ്കുവെക്കാറുണ്ട്. അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കൂടല്ലൂർ. അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കഥാപാത്രങ്ങളായി കൂടല്ലൂരിലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായി ആ നിലയിലും ഒരു ബന്ധമുണ്ട്. എൻ്റെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുമായി ഇപ്പോഴും വലിയ അടുത്ത ബന്ധമാണ്. പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സർക്കാരിൻ്റെ ഭാഗമായി മാറിയ ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ടൂറിസത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു സ്മാരകം, ഒരു കേന്ദ്രം ഇല്ലാതായതിനെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ വന്ന അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കേന്ദ്രം എന്നുള്ള ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ വികാരത്തെ തീരുമാനമാക്കി മാറ്റി അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ 90% പൂർത്തീകരിക്കാനായത്. അതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.